ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ മാനേജറിനെയാണ്. അങ്ങനെ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പകയുടെ ആ ഒരു എന്താ പറയുക, അടങ്ങാത്ത പകയിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, എടീ ശ്രുതി, നീ വിലസി നടക്കുകയാണല്ലേ അങ്ങ് നാട്ടിൽ. എടീ, നീ കള്ളത്തരം പറഞ്ഞ് ഒരു വിവാഹം കൂടെ കഴിക്കാൻ പോകുന്നു. ഒരു കുട്ടി ഉണ്ടായിട്ടും വീണ്ടും അവളുടെ ഒരു പൂതി കണ്ടില്ലേ. ഏതായാലും നിൻ്റെ അഹങ്കാരത്തിനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടടി, അതിനുള്ളത് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്ര കാലൊക്കെ പിടിച്ചിട്ട്, അയ്യോ എൻ്റെ ഈശ്വര, കാലിന് എന്തൊരു വേദനയാണോ, ഈ വേദന എന്താ കുറയാത്തത്, ദൈവമേ എൻ്റെ കാല് പോയേ എന്നും പറഞ്ഞ് ഭയങ്കര കാർച്ച. അപ്പോഴത്തേക്കും രവീന്ദ്രൻ കയറി വന്നിട്ട്, അല്ല ചന്ദ്രേ, നിൻ്റെ കാല് എവിടെ പോയെന്നാണ് നീ പറയുന്നത്? നിൻ്റെ കാല് എവിടെയും പോയിട്ടില്ലല്ലോ, നിൻ്റെ കാല് കട്ടിലേ തന്നെയുണ്ടല്ലോ. മനുഷ്യ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്നേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ കാല് പോകണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ അച്ചമ്മ കയറി വന്നിട്ട്, ഏതായാലും നിൻ്റെ കാല് പോയ പോലെ എൻ്റെ മോൻ്റെ കാലൊന്നും പോകാൻ പോകുന്നില്ലടി. നിന്നെ ദൈവം തള്ളിയിട്ടതാ. എന്തിനാണെന്നറിയാമോ നിന്നെ ദൈവം തള്ളിയിട്ടത്? ആ പാവം രേവതിയുടെ വീട്ടുകാർ വന്ന് ഈ തറയിൽ ചവിട്ടിയെന്നും പറഞ്ഞോണ്ടല്ലേ ഈ തറ നീ തുടപ്പിച്ചത്. ഇപ്പം നിനക്ക് ഇവിടെ കാല് കുത്താൻ പറ്റുന്നുണ്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, എടീ, ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, രേവതിയുടെ മനസ്സ് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു കിട്ടുമെന്ന്. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ നിങ്ങൾ അവളെക്കുറിച്ച് കൂടുതൽ വിളമ്പൊന്നും വേണ്ട. അവളെ അങ്ങോട്ട് പുകഴ്ത്തി വെക്കുന്നു. അങ്ങനെ ശ്രീകാന്ത് കയറി വന്നിട്ട്, അല്ലമ്മേ, കാലിന് എങ്ങനെ വേദന കുറവുണ്ടോ? എൻ്റെ മോനെ, കാലിന് വേദന കുറയുന്നേ ഇല്ല. ആരോ വന്ന് അടിച്ച പോലെ എനിക്ക് തോന്നുക. നിൻ്റെ ഏട്ടൻ്റെ കല്യാണം അടുത്തിരിക്കുക, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നോർത്തിട്ടാ. അപ്പോഴേക്ക് നമ്മുടെ രേവതി കയറി വന്നിട്ട്, ഇന്ന് ഈ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പം അതെടുത്തേ നിൻ്റെ കാലിലേക്ക് അങ്ങോട്ട് ഒഴിക്കും, അപ്പം അറിയാം നിനക്ക് അതിൻ്റെ വേദന. മാറിപ്പോടി, എടുത്തോണ്ട് പോടി എന്ന് പറഞ്ഞു. ചന്ദ്രേ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ അവള്. ഒരു ഉപകാരം ചെയ്യുമ്പം ഇങ്ങനെയാണോ ചന്ദ്രേ നീ ചെയ്യേണ്ടത്? ഇവള് കാരണമാ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നത്. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ വെറുതെ ഏട്ടത്തിനെ വഴക്ക് പറയുന്നത്? അമ്മ തെന്നി വീണതല്ലേ, പിന്നെ എന്നെ വീഴ്ത്താൻ വേണ്ടി മനഃപൂർവ്വം ഇവള് കരുതിക്കൂട്ടി ചെയ്തതാ. ഇവളുടെ കെട്ടിയൊരു പ്ലാൻ ചെയ്തതാ. ഞാൻ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ സുധിയുടെ കല്യാണം നടക്കൂലല്ലോ, അത് നടക്കാതിരിക്കാൻ വേണ്ടി രണ്ടും കൂടെ ചേർന്ന് ചെയ്തതാ എന്നിങ്ങനെ പറഞ്ഞു. സച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈശ്വര, രേവതി, ഞാനൊരു കാര്യം പറയട്ടെ. നീ എന്തിനാടി ഇന്ന് ക്ഷേത്രത്തിൽ പോയത്? ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണമായിരുന്നോ? അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പം കണ്ടില്ലേ, ആ തള്ള പറയുന്നത് കേട്ടില്ലേ നീ? അപ്പോൾ അച്ചമ്മ പറഞ്ഞു, കേട്ടില്ലേ ചന്ദ്രേ? അതാ ഈ കുഞ്ഞിൻ്റെ മനസ്സ്. നിനക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര ദ്രോഹിച്ചാലും അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൾ ക്ഷേത്രത്തിൽ പോയി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ എണീറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇവള് പ്രാർത്ഥിച്ചത്. ചന്ദ്രേ, നീ അല്ലാട്ടോ രേവതീനെ ഈ രവീന്ദ്രന് നന്നായിട്ടറിയാം. രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ എന്തെങ്കിലും പറയാ. എൻ്റെ ഈശ്വര, എനിക്ക് വയ്യേ, എനിക്ക് വേദനിക്കുക, ഞാൻ എന്ത് ചെയ്യാനാ? ഈ വേദന കുറയാൻ എന്താ ഒരു മാർഗം? അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഒരു വേദന കുറച്ച് കുറവൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പം, ഇഞ്ചക്ഷൻ എടുക്കാനോ? എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയാ, ഇനി ആ വേദനയും സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പം സുധി കയറി വന്നിട്ട്, എന്താ അമ്മേ ഈ കിടന്ന് കാണിക്കുന്നത്? വേദനയുണ്ടോ? അമ്മയ്ക്ക് നല്ല വേദനയുണ്ടല്ലേ? ഇനി എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിച്ചപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ബെസ്റ്റ്, അടുത്തയാൾ വന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റിക്ക് കൊടുത്തിട്ട്, ഈ സ്റ്റിക്ക് കൊടുത്ത് കുത്തി അമ്മയ്ക്ക് നടക്കാൻ വേണ്ടി പറ്റും. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതിനിവളുടെ കാല് ഒടിഞ്ഞിരിക്കുമെന്നല്ലോ, പതിയെ നടക്കാന്നേ, അതിന് ഈ സ്റ്റിക്കും വേണമെന്നൊന്നും ഇല്ല. ഈ സ്റ്റിക്കൊക്കെ കാലൊടിഞ്ഞ് കിടക്കുന്നവർക്ക് നടക്കാൻ വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അല്ല, രാവിലെ ഏട്ടൻ കാശ് മേടിച്ചോണ്ട് പോയത് എന്തിനാ? ഈ വടി മേടിക്കാനായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം
നമ്മുടെ സച്ചു പറഞ്ഞു, ഓ ഒരു വടി മേടിക്കാൻ പോലും പൈസ ഇല്ലേടാ നിൻ്റെ കയ്യിൽ. ആ സ്വന്തം അമ്മയ്ക്ക് ഒരു സ്റ്റിക്ക് മേടിക്കാൻ വേണ്ടി അവനോടായിരുന്നു കാശ് മേടിച്ചോണ്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി പറഞ്ഞു, അതെ എന്താണെങ്കിലും അമ്മയ്ക്കല്ലേ ഞാൻ പോയി മേടിച്ചത്. അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിത് പോയി മേടിച്ചത്. അപ്പോൾ സുധി പറഞ്ഞു, അതെ അമ്മ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, അമ്മ ഇത് കുത്തി നടക്കാൻ നോക്ക്, ബാ ഞാൻ നടത്തിക്കാം എന്ന് പറഞ്ഞ് പതുക്കെ നമ്മുടെ ചന്ദ്രനെ കൊണ്ട് ആ വടി പിടിപ്പിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തും സുധിയും കൂടെ ചേർന്ന് ആ വടി പിടിപ്പിച്ച് പതുക്കെ നടത്താൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പോരട്ടെ 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 പോരട്ടെ, ഇനി ലെഫ്റ്റ് അത് കഴിഞ്ഞ് റൈറ്റ് പിന്നെ നേരെ അടുക്കളയിലേക്ക്. അപ്പോഴത്തേക്കാണെങ്കിൽ സുധി പറഞ്ഞു, എന്താണ് നീ കാണിക്കുന്നത്? അമ്മ എന്താ മാർച്ച് ഫാസ്റ്റ് നടത്തുകയാണോ? അപ്പോഴത്തേക്കും പിന്നെ മാർച്ച് ഫാസ്റ്റ് ഇങ്ങനെ പോയാൽ മാർച്ച് ഫാസ്റ്റ് നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ചന്ദ്രൻ എണീറ്റ് നടക്കാൻ നോക്കി, നടക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ തന്നെ നമ്മുടെ ചന്ദ്രനെ പ്രതിഷ്ഠിച്ചു. അപ്പോഴത്തേക്ക് രേവതി കാലെടുത്ത് ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഇതുകൊണ്ടൊന്നും എനിക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സുധിയാണെങ്കിൽ എങ്ങനെ എൻ്റെ കല്യാണത്തിന് വരും അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യും, ഒരു വീൽ ചെയർ മേടിച്ചിട്ട് അതേൽ നിൻ്റെ അമ്മേനെ ഇരുത്തിയിട്ട് ഉന്തിക്കൊണ്ട് പോകാം. അതായിരിക്കില്ലേ നല്ലത്? വീൽ ചെയറോ? പിന്നെ എനിക്ക് വീൽ ചെയറൊന്നും വേണ്ട. എങ്കിൽ പിന്നെ 6 മാസം കഴിഞ്ഞ് നമുക്ക് ഈ കല്യാണം നടത്താം. 6 മാസം വരെ നമുക്ക് നീട്ടിവെക്കാം ഈ കല്യാണം. അപ്പോൾ സുധി, അയ്യോ 6 മാസമോ? അതൊന്നും പറ്റില്ല, അത് 6 മാസമൊന്നും വരെ നീട്ടി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കേട്ടല്ലോ എല്ലാവരും കേട്ടല്ലോ. ഇവൻ്റെ അമ്മ വീണതല്ല ഇപ്പോൾ കുഴപ്പം. ഇവൻ എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയാൽ മതി. എന്തൊരു മകനാടാ നീ, സ്നേഹം ഇങ്ങനെ ഒലിക്കുമായിരുന്നല്ലോ. ദേ അമ്മേ, നിങ്ങളുടെ മോന് നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല, കണ്ടില്ലേ? അവന് കല്യാണം കഴിക്കാൻ വേണ്ടിയേ മുട്ടി നിൽക്കുക. അത് എൻ്റെ അമ്മ ഈ സ്റ്റിക്ക് പിടിച്ചു വന്നോളൂ. പിന്നെ ഒന്നും നടക്കില്ല. ഇത് ശരിയാകണമെങ്കിൽ 6 മാസമെങ്കിലും സമയമെടുക്കും. എൻ്റെ ഈശ്വര, 6 മാസം സമയമോ? അയ്യോ, എനിക്ക് 6 മാസം വരെ നിലത്ത് കാലുകുത്താൻ പറ്റില്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയോട് അച്ഛമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു ചന്ദ്രൻ, നീ ഇപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് സമാധാനമായിട്ടൊന്ന് കിടക്ക്. നീ കുറച്ച് നേരം കാലെടുത്ത് നേരെയൊക്കെ വെച്ച് കിടക്കാൻ നോക്ക്, അല്ലാതെ നീ ഇപ്പോഴേ കാല് കുത്തി നടക്കരുതേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, ഈ പാടത്തെ പണിക്ക് വരമ്പത്താ കൂലി എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നെ പൊന്നു ചന്ദ്രേ എന്ന് ചോദിച്ചിട്ട് രവീന്ദ്രനും അങ്ങ് പോയി. ഏതായാലും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞിട്ടും ചന്ദ്രയ്ക്ക് ഇതുവരെ അടങ്ങാറായിട്ടില്ലെന്നാണ് ഉള്ളതാണ് സത്യം. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ രേവതിനെയും അച്ചമ്മേനെയാണ് കേട്ടോ. അങ്ങനെ രേവതി ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ അച്ചമ്മ ചെന്നിട്ട്, എന്ത് പറ്റി മോളെ, എന്താ മോളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? അത് അമ്മ പറയുന്നത് കേട്ടില്ലേ, അമ്മേനെ കരുതി കൂട്ടി ഞാൻ വീഴ്ത്തിയതാണെന്ന്. അവൾ അങ്ങനെയൊക്കെ പറയും, നിനക്കറിയില്ലേ അവളുടെ സ്വഭാവം. അവൾ ഇതല്ല ഇതിനപ്പുറവും പറയും. ഇതൊന്നും മോള് കാര്യമാക്കേണ്ട കാര്യമില്ല. അല്ല, കാണുമ്പോൾ എനിക്ക് പാവം തോന്നും അച്ചമ്മേ, നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു അമ്മയ്ക്ക്. അച്ചമ്മയ്ക്ക് നാട്ടുവൈദ്യമൊക്കെ അറിയാലോ, എന്തെങ്കിലും പച്ചമരുന്നും എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ വേദനയ്ക്കൊരു ശമനം ഉണ്ടാവില്ലേ? നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ എന്നിങ്ങനെ പറഞ്ഞപ്പം അച്ചമ്മ പറഞ്ഞു, കഷായം ഉണ്ടാക്കി കൊടുത്താൽ വേദന മാറും, പക്ഷേ അവൾ കഴിക്കുമെന്ന് എനിക്കറിയില്ലാത്തത്. കഴിക്കും, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാ സച്ചി വരുന്നത്. ഞാനുണ്ടാക്കാം, നിനക്ക് കിട്ടിയതൊന്നും പോരെ രേവതി. അല്ല, നല്ല വേദനയുണ്ട് അമ്മയ്ക്ക്. അച്ചമ്മ പറയും, കഷായം ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? പറഞ്ഞു കൊടുക്കുക അച്ചമ്മ പറഞ്ഞു കൊടുക്കുക. ഇനി അതിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ. മോളെ, കുറച്ച് വേപ്പില, കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് മ്യൂട്ട് ചെയ്താട്ടോ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി അതാണോ ഇതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും തലകുലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ സച്ചി കണ്ണു മിഴിച്ച് നിൽക്കുകയാണ്. കാരണം രേവതിയുടെ നല്ല മനസ്സ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സച്ചിക്ക് അഭിമാനമാണ് തോന്നുന്നത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ വേദന പെട്ടെന്ന് മാറും, അവൾ എണീറ്റ് നടക്കുകയും ചെയ്യും. പക്ഷേ ഈ മരുന്നുകളൊക്കെ മേടിക്കണം, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനേ കഴിയത്തില്ല, സമയമെടുക്കും. അത് സാരമില്ല അച്ചമ്മേ, ഞാൻ ഉണ്ടാക്കിക്കോളാം. അച്ചമ്മ പറഞ്ഞ പച്ചമരുന്നൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരുമോ? പിന്നെ ചിലത് മാത്രമേ ആയുർവേദ കടയിൽ കിട്ടത്തുള്ളൂ, ബാക്കി പുറത്ത് പോയി പറിക്കേണ്ട വരും. അല്ല, ചെന്ന് പറിച്ചൊന്ന് എടുക്ക്. പിന്നെ നാട്ടിലാണെങ്കിൽ വീട്ടുപരിസരത്തൊക്കെ കാണും, ഇവിടെ എവിടെയൊക്കെ കാണുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കൊന്നും പറ്റത്തില്ല. പുന്നാര മോനെ, നടക്കാനൊരു വടി മേടിച്ചു കൊടുത്തില്ലേ, അത് കുത്തി അങ്ങ് നടക്കട്ടെ. അല്ല, എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക പ്ലീസ്. പാവം, വേദന കണ്ടിട്ടേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിലോ
വേദന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ, കിട്ടിയാൽ കിട്ടി. അതെ, പച്ചമരുന്നും കൊണ്ട് ഇങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ. ഉത്തരവേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ. ഏതായാലും നമ്മുടെ അച്ചമ്മയ്ക്കും രേവതിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, രേവതിനെ ദ്രോഹിച്ചിട്ടും രേവതി സ്നേഹിക്കുകയാണല്ലോ, അത് ഓർത്തിട്ട് തന്നെയാണ്. ഇതേ സമയം കാണിക്കുന്ന ചന്ദ്രനെയാണ്. പുന്നാര മോൻ സുധി പതുക്കെ പിടിച്ച് ഹോളിൽ കസേരയെ കൊണ്ടുവന്ന് ഒരു തരത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരുത്തി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കഷായമൊക്കെ ആയിട്ട് വന്നു കേട്ടോ. കഷായമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല നിക്ക് ഈ ക്ലാസ്സിൽ എന്താ എന്നിങ്ങനെ സുധി ചോദിച്ചു. അപ്പോൾ സച്ചി പറഞ്ഞു, അല്ല ക്ലാസ്സിൽ എന്താ, നിനക്കിപ്പോൾ എന്താ കുഴപ്പം? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇത് വേറെ ഒന്നുമല്ല, ഈ ക്ലാസ്സിൽ കഷായമാണ്, അത് അവൾക്ക് കുടിക്കാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ കഷായമോ? എനിക്ക് കഷായമൊന്നും വേണ്ട. അയ്യേ, ഈ കഷായമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും, അയ്യേ എനിക്ക് വേണ്ട. അപ്പോൾ അച്ചമ്മ പറഞ്ഞു, എൻ്റെ പൊന്ന് ചന്ദ്രേ, നിനക്ക് വേണ്ടി ഇവള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഷായമാണ്, ഇത് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നീ കുതിരേനെ പോലെ തുള്ളി ചാടി നടക്കും, നാളെ മുതൽ വേദനയും കാണത്തില്ല എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രനും പറഞ്ഞു, ഈ പെങ്കൊച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന കഷായമാണ്, നിനക്കത് മനസ്സിലായില്ലേ? ഇവളുണ്ടാക്കിയതോ? എങ്കിൽ എനിക്ക് വേണ്ട, എന്നെ കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയേക്കോ ഇവള്. ശോ അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒരിക്കലും ഞാൻ അമ്മേനെ കൊല്ലാൻ നോക്കില്ല എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോൾ, പിന്നെ എനിക്ക് നിന്നെ വിശ്വാസമില്ല, നീ എന്നെ കൊല്ലും, ഞാനിങ്ങനെ കിടന്നാലും വേണ്ടില്ല, നീ തരുന്നത് ഞാൻ കുടിക്കില്ല, നീ എൻ്റെ ശത്രു. അമ്മേ, ഞാൻ ശത്രുവൊക്കെ ആയിക്കോട്ടെ, ഇതങ്ങ് കുടിക്ക്, ഇത് കുടിച്ചാലേ കാല് ശരിയാകും, വേദനയൊക്കെ മാറും, പിന്നെ നീ തരുന്ന കഷായം കുടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഞാൻ മരിക്കാൻ, അല്ലാതെ എൻ്റെ കാല് ഭേദമായാൽ മതി. അപ്പോൾ സച്ചി പറഞ്ഞു, അപ്പം അമ്മ ഇത് കുടിക്കില്ലല്ലേ? കുടിപ്പിക്കാനേ ഞങ്ങൾക്കറിയാം, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും സച്ചി അങ്ങോട്ട് കയറി നമ്മുടെ ചന്ദ്രനെ അങ്ങ് പിടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും സുധി പറഞ്ഞു, അയ്യോ വേണ്ട, എൻ്റെ അമ്മേനെ ഒന്നും ചെയ്യല്ലേ, നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്, എടാ ശ്രീകാന്തേ വാടാന്ന് പറഞ്ഞു, അച്ഛാ വാടാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തും രവീന്ദ്രനും സച്ചിയും കൂടെ ഒരു വിധത്തിൽ നമ്മുടെ ചന്ദ്രനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് രേവതിനെ കൊണ്ട് അത് വായിൽ ഒഴിപ്പിച്ചു കൊടുത്തു. ഒരു വിധത്തിൽ നമ്മുടെ ചന്ദ്ര അത് ഫുള്ള് ഇറക്കുകയും ചെയ്തു കേട്ടോ. ഏതായാലും ഇറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ഒരു ഇരിപ്പുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഈ കഴിച്ചിട്ടും ഒക്കെ ഒരുമാതിരി ഒരു അസ്വസ്ഥതയുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക അട്ടിപ്പൊളി അഭിനയമാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ കൂടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എടാ നീ എന്താടാ എനിക്ക് തന്നത്, എന്താ പുകയുന്നുണ്ടോ? പുകയുന്നുണ്ട്. അപ്പം പിന്നെ തീർന്ന്, ഇനി 3 മാസത്തേക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അമ്മ ഇപ്പം കഴിച്ചതുണ്ടല്ലോ, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പച്ചമരുന്നാ, തളർന്നു എന്ന് കൂട്ടിയാൽ മതി. ഇനിയിപ്പം ഒരു 3-4-5 മാസം ഈ കിടപ്പിൽ തന്നെ കിടക്കുകയുള്ളൂ, എണീറ്റ് നടക്കാൻ പറ്റില്ല. നീ തന്ന മരുന്ന് കഴിച്ചാൽ 6 മാസം കിടക്കുകയുള്ളെന്നോ? എൻ്റെ ഈശ്വരൻ, ഞാൻ ഇനി എന്ത് ചെയ്യും? എടാ മഹാഭാവി, നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ. ഗതി പിടിക്കില്ല. ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞ് നമുക്ക് കല്യാണം നടത്തിയാൽ പോരെ? 6 മാസം കഴിഞ്ഞ് കല്യാണമോ? എൻ്റെ ഈശ്വര, 6 മാസം വരെ ആ പെണ്ണ് വെയിറ്റ് ചെയ്തിരിക്കുമോ? എൻ്റെ ഈശ്വരന്മാരെ, എന്നാലും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ. അവളെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് തേടി കണ്ടുപിടിച്ചതെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കാർച്ച. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കടി, അവൻ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ, അതുപോലും മനസ്സിലാക്കാനുള്ള വിവരമില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മയും പറഞ്ഞു, അതെ നിനക്ക് അവനോട് സ്നേഹമില്ലെങ്കിലും അവന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. അപ്പം മനസ്സിലായല്ലോ നിൻ്റെ മകൻ്റെ സ്നേഹം എന്ന് പറഞ്ഞപ്പം സച്ചു പറഞ്ഞു, പിന്നെ സ്നേഹം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ടി ചെയ്തതാ, അല്ലാതെ എനിക്ക് സ്നേഹമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നിനക്ക് സുധി നടക്കാനായിട്ട് വാക്കിൻ സ്റ്റിക്ക് മേടിച്ചുകൊണ്ട് വന്നു. സച്ചിനിൻ്റെ വേദന മാറാൻ മരുന്നുണ്ടാക്കി തന്നു. 2 പേരുടെയും വ്യത്യാസം അത് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നീയേ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, ഏതായാലും നാളെ ഇവക്ക് മനസ്സിലാകും സച്ചി ചെയ്ത ഇത് നല്ലതാണെന്ന്. കാരണം നാളെ ഇവളെ വടി പോലും ഇല്ലാതെ ഇതിലെ ഓടിച്ചാടി നടക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അമ്മേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ നമ്മുടെ സച്ചിനെയും അതുപോലെ അച്ചമ്മേനെയും കൂട്ടിക്കൊണ്ടങ്ങ് പോയി. ഇതിന് ശേഷം കാണിക്കുന്നത് ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിനെയാണ്. അങ്ങനെ ശ്രുതി, എടി മീരെ ഞാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പം നമ്മുടെ ശ്രുതി നോക്കിയപ്പോഴത്തേക്കും വേറെ ആരുമല്ല, അയാൾ തന്നെയാണ് ഫോൺ കോളിൽ ഉള്ളത്. ഇത് കണ്ടത് ദേഷ്യം വന്നു. ഇവനെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്? അല്ല ആര്? അതെ, ആ ടോർച്ചർ PA ദാസ്
ചിലപ്പോൾ മേഡം പറഞ്ഞിട്ട് വിളിക്കുന്നതാണെങ്കിലോ, എടുത്ത് നോക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ശ്രുതി എടുത്തിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അതെ, കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, ഞാൻ ചുമ്മാ വിളിച്ചതാ. എന്താടാ നിൻ്റെ പേടിയൊക്കെ അങ്ങ് മാറിയോ? അടി കിട്ടിയതൊക്കെ നീ മറന്നുപോയോ? അതെങ്ങനെ മറക്കാനാ എൻ്റെ ശ്രുതി, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ലായ്മയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ വിടാതെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. നീ ആരാ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ശ്രുതി. ഓഹോ, നീ വീണ്ടും തുടങ്ങിയല്ലേ? നിനക്ക് എന്തിൻ്റെ കേടാടാ? നിനക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്ന് നീ മുമ്പ് പറഞ്ഞിരുന്നല്ലേ? നിനക്കൊന്നും വേറെ ജോലി ഇല്ലാഞ്ഞിട്ടാണോടാ നീ ഇതൊക്കെ ചെയ്യുന്നത്? അതെ, അന്ന് പറഞ്ഞ പോലെയല്ല, നിന്നെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം, കല്യാണി എന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയി കേട്ടോ. കല്യാണി എന്ന് വിളിച്ചതും ശ്രുതിക്ക് കാര്യം പിടികിട്ടി. അപ്പോഴത്തേക്കും ശ്രുതി മിണ്ടാതിരിക്കുക. അപ്പം അയാൾ ചോദിച്ചു, അല്ല നീ എന്താ മിണ്ടാതിരിക്കുന്നത്? എന്താ നീ ഞെട്ടിപ്പോയോ? അത് പിന്നെ ഞാൻ ശ്രുതി, ആരാ ഈ കല്യാണി? അതെ, അതൊക്കെ അങ്ങ് തിരുവനന്തപുരത്താ ശ്രുതി, നിൻ്റെ നാട്ടിലെ നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കല്യാണി, അതെ, ഇപ്പം ഞാൻ നിൻ്റെ നാട്ടിലാണ് ഉള്ളത്, നിൻ്റെ വീടിന് മുന്നിൽ. എല്ലാം അറിഞ്ഞിടി ഞാൻ. നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്ക്. വീഡിയോ കോൾ ചെയ്യുമ്പോൾ അറിയാമല്ലോ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ശ്രുതി കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്തിട്ട് ശ്രുതി വീഡിയോ കോൾ തന്നെ ചെയ്തു. വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വീണ്ടും കൂടെ ഒന്നുകൂടെ ഞെട്ടിയെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് PA ആയ ആ ഒരു ദാസ് എന്നാട്ടോ പുള്ളിക്കാരൻ്റെ പേര്. ദാസ് ഫോൺ കോള് ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പരന്ന് പോയില്ല. അവിടെ നിന്ന നിപ്പിന് നമ്മുടെ ശ്രുതി താഴെ പാതാളത്തിലേക്ക് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയായിപ്പോയി ശ്രുതിയല്ല കേട്ടോ, ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി ചോദിക്കുക, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിനക്കിപ്പം എന്താ വേണ്ടത്? നിൻ്റെ ഈ ചോദ്യത്തിന് വേണ്ടിയേ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കേ വേറൊന്നുമല്ല, എനിക്ക് നിന്നെയാ വേണ്ടത്. നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എൻ്റെ വിവാഹം നടക്കാൻ പോവാ. അതെ, വിവാഹം നേരത്തെ നടന്നതല്ലേ? ഒരു കിളവൻ നിന്നെ കെട്ടിയതല്ലേ? അയാളും മരിച്ചു പോയല്ലേ? കഷ്ടമായിപ്പോയി. ഇതൊക്കെ മുമ്പേ നീ എന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് ഞാനൊരു ജീവിതം തരുമായിരുന്നല്ലോ. ദയവ് ചെയ്ത് പ്ലീസ്, എൻ്റെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ പോവാ. നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാനേ നിൻ്റെ കല്യാണത്തിന് വന്ന് നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നീ അനുസരിക്കുമോ? എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരണം. ആഗ്രഹം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, അത് നിനക്ക് നന്നായിട്ടറിയാലോ. ആ ആഗ്രഹം നീ ഇങ്ങ് സാധിച്ചു താ മോളെ. കല്യാണത്തിന് മുമ്പ് ഞാൻ വിളിക്കുന്നിടത്ത് നീ വരണം. അതുമാത്രം എൻ്റെ ആഗ്രഹം. ഒരേ ഒരു ദിവസം. ഇത് കേട്ടതും കൂട്ടുകാരിക്ക് ദേഷ്യം വന്നിട്ട്, റാസ്കൽ, നീ എന്താ വിചാരിച്ചത്? നീ കൊള്ളാലോടാ. ഓഹോ, ഇതാരാ? കല്യാണിയുടെ ഫ്രണ്ടാണല്ലേ? എടി വെങ്കൊച്ചേ, ഞാൻ നിന്നോടല്ല വരാൻ പറഞ്ഞത്, ശ്രുതിയോടാ വരാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു, എടി മീര നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പം അതെ, ഇങ്ങനെ വേണം പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ. ഞാനും നീയും തമ്മിലല്ലേ ഡീല്, അപ്പം നമുക്ക് സംസാരിക്കാം. അവളോടങ്ങ് മാറി നിൽക്കാൻ പറ. എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന ആ ഹോട്ടലിലേക്ക് വരണം. റൂം നമ്പർ 8. ആ റൂം നമ്പറിലേക്ക് വരണം കേട്ടോ. കാരണം അതെൻ്റെ ഭാഗ്യ നമ്പറാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മീരയ്ക്ക് ദേഷ്യം വന്നിട്ട് മീര പറഞ്ഞു, നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഞാൻ കൊല്ലും. വൃത്തികെട്ടവനെ, നീ എന്തൊക്കെയാണ് പെണ്ണുങ്ങളോട് വിളിച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, എടി മീര മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക കല്യാണി. അവക്കേ കുറച്ചിളക്ക കൂടാല, അവളെ അങ്ങ് മാറ്റി നിർത്ത്. ഏതായാലും നീ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ വരാം. അങ്ങനെ വഴിക്ക് വാ. അപ്പം 5 മണി ഞാനവിടെ വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ ശ്രുതി. അയ്യോ നോ കല്യാണി എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി എന്തൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു. ഇതാണ് പറയുന്നത്, ഇനി എത്ര നാൾ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ശ്രുതിക്ക് വരുന്നത്. അങ്ങനെ ശ്രുതിയോട് കൂട്ടുകാരി ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്തായോടി? നീ എന്തിനാടി പോകാമെന്ന് സമ്മതിച്ചത്? അയാളുടെ അടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാമോ? ദയവ് ചെയ്ത് നീ പോകരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുക. വേറൊന്നുമല്ല, നമ്മുടെ
PA ആയ ദാസ് പറഞ്ഞായിരുന്നു, നീ വന്നില്ല എങ്കിൽ നീ ആണെന്നും നിനക്കൊരു കുട്ടിയുണ്ടെന്നും ഞാൻ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആ കാര്യം മനസ്സിലോർത്ത് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കൂട്ടുകാർ ചോദിച്ചതിന് മറുപടി കൊടുത്തുമില്ല. ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായി തീരും ഈ കല്യാണം എന്നൊക്കെ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.